കാറിൽ സിറ്റി കയറും. ഇത് പുറത്തോട്ടുള്ള വഴി പോസാങ്ങട് തൊമ്മാരാരോ കാര്യം நாங்கெல்லாம் பிஸிரா கொஞ்ச நேரம் கழிச்சு வரோம். അയ്യോ ഇത് ഓപ്പണാ. വരാം കുറച്ച് നേരം ഇത് வந்துட்டோம். ഇത് മതി ഇവിടെ മതി. டேய் நீ வந்தா എവിടെ വാ അങ്ങോട്ട് വാ. എടാ ഇത് ഇവിടെ നോക്കിയടാ ഗാങ് ഹൗസിൽ ഉള്ളതുകൊണ്ടേ നോക്കി നോക്കുക ചാറ്റ് ചെയ്യില്ല. തട്ടാനേ ஹலோ ஏய் யாரு நீங்க? കൈവക്കെ ഓ ആശാന് ചെലപ്പോ ക്ലിപ്പൊക്കെ വരെ ലീഡറിനെ നോക്കിട്ട് 20 CR ഒന്ന് അവിടെ നിന്ന് പോവാ. 20 CR ആഹാ എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഒരു റേഡിയോ ഫോണൊക്കെ എടുത്തേ. എടാ ഞാൻ റേഡിയോ ഇറങ്ങാണ്. ഡ്രോപ്പ് ഇല്ല ഞാൻ എവിടെ ഇല്ല. ഗ്യാങ്ഡ്രസൂര് ആ கேங் வேண்டாம். 20 கோடி 20 കോടി ഒറ്റ 10 100 1000 10 ലക്ഷം 1 കോടി ഞാൻ എടുത്തോളാം. എന്റെ കയ്യിൽ 10 ലക്ഷം ഇருக்கு. അത് മതി. 10 ലക്ഷം കൊണ്ട് அப்ப ஆளுக்கு 10 லட்சம் கூட அப்பா 10 ലക്ഷം ആകെ இருக்கு. ഞങ്ങള് வந்து கேங் ஹவுஸ் வந்து പണി നടക്കുന്നത് മറ്റേ സിറ്റിക്കുള്ള അവർക്ക് கேங் ഹൗസ്ക്ക് മറ്റേ സിമെന്റും കമ്പിയും ഇതാക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ് മേടിക്കേ. உங்ககிட்ட எத்தனை லட்சம் இருக்கும்னு எனக்கு நல்லா அறியாம். ஓகே என்கிட்ட கையிല് ലക്ഷം இருக்கு. പക്ഷെ 10 ലക്ഷം இருக்கு. 44 ലക്ഷം இருக்குன்னு எனக்கு அறியாம். 44 ലക്ഷം അയ്യോ എങ്കിട്ട് ഓൺലി 10,12,33,400. ഹലോ சொல்றீங்க 10 ലക്ഷം இருக்கு. அது ஏதாவது போதுமா? 44 லட்சம் இருக்கு. ஆளுக்கு 10 லட்சம் குடுறா. എങ്കിട്ട് 3 കോടി ഉണ്ടല്ലോ. അത് ഒരു കോടി ഇങ്ങട് 3 കോടിയല്ല 10 ലക്ഷം. 44 കോടി இருக்கா இல்ல 44 ലക്ഷമാണെന്ന് അറിയില്ല. കുറച്ച് മുൻപ് ഞാൻ കണ്ട്. എവിടെ കണ്ടു? 44 കോടിയൊന്നുമില്ല. 44 കോടിയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. உனக்கு ஒரு பேக்கப்பும் வராதடா. எல்லாருக்கும் കത്തി വേണ്ട. കത്തി പേടിയാ. എങ്കിട്ട കയ്യില് വേറെ ഒരു സാധനം ഇരിക്കത്. அந்த സീക്രട്ട് കാശ് 10 ലക്ഷം இருக்கு. 10 ലക്ഷം. ആ 1000 10,000 ലക്ഷം 10 ലക്ഷം ആർക്ക് വേണം? മുതലാളി കൊടുത്തു കെട്ടി കൊടുത്തു. കള്ളൻ ആൾക്ക് കൊടുത്ത് കൊടുത്ത് Allah aşık Muhammed. Allah selamun aleyküm. Allah. Kayflar. ഇവൻ കൈ പൊക്കുങ്ക ഓടലടാ. പോച്ച് തൂക്കി എങ്കിട്ടെ ബസ് വാങ്ങിയിട്ട 10 ലക്ഷം തിരിച്ചു തരുങ്ങേ. തൂക്കി റെഡ് ഹാൻഡിലൂടെ ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. சார் சார் என்கிட்ட இல்ல சார். அது என்கிட்ட இருக்கு. நான் உங்களுக்கு தந்துட்டேன்.
எங்கிட்ட மலையாளத்தில் பாருங்க சார், தமிழ் புரியல சார். எனக்கு தமிழ் ரொம்ப பிடிக்கும். எனக்கு புரியல சார் நீங்க സംസാരിக்கிறது. ப்ளீஸ் சார். தமிழ் வரையில. இங்கிலீஷ் தெரியுமா? மலையாளம் நல்லா அறியாம் சார். மலையாளம் கொஞ்சம் கொஞ்சம் தான் பேச முடியும். ஐயோ நீ हिंदी மாதிரி സംസാരിக்கிற. हिंदी தெரியுமா? मेरा थोड़ा थोड़ा में मालूम. मेरा का पैसा दे दो. मेरा पैसा आपके पास कईल में दे दो. मेरा तुम्हारा पैसा मुचीरी है. मुचीरी नहीं, आपके पास मैं 10 ലക്ഷം सेंड कर दिया. अरे வந்து காப்பாத்துக்கடா. അയ്യോ മാട്ടിട്ടാ. ചില്ലറ ഇകളെ വിളിക്കാം. പോയി നിക്കടാ ഇവിടെ. ലോക്ക് 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 ലോക്ക്. ഇവിടെ പോയി. കള്ളൻ 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 കള്ളൻ. ഇവിടെ പോയി. ഇതാ വഴി. വഴി മാറി വഴി മാറി. അയ്യോ അടിക്കണം 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 അടിക്കണ. അവരെ കൂടുതൽ ഇതെവിടെ പോന്ന്? അത് മുച്ചരല്ലേ, മുച്ചിരി കോച്ച്. ഇതെവിടെ പോന്ന് എവിടെ പോന്ന്? ഇതെവിടെ പോയി? ഓന് ഓടുമ്പോ ഓന്റെ കുണ്ടി അളക്കണ നോക്ക്. അയ്യോ താഴെ എവിടെ? താഴെ താഴെ. അല്ലാഹു അക്ബർ. ചത്ത് ചത്ത് ചത്ത്. ഇവിടെ മുങ്ങിയോ? ഹും. ഇവനാന്ന് പരിശോധിച്ചതാണ് അങ്ങനെ പറഞ്ഞേ. ഞാൻ ഇതിൽ ഈ ഡ്രസ് പോലല്ലായിരുന്നു നേരത്തെ. എന്തിനാ? ഞാന് ട്രാവല് വിസിറ്റ് ചെയ്യാമെന്ന ടൂറിസ്റ്റ് ആണോ? ആ കസിന്റെ വീടാ ഇത്. കസിന്റെ പേരെന്താ? ഷക്കൂറോ? അല്ല. ഇതെന്താ ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടുമ്പേ കസി പിടിച്ച് ഉമ്മച്ചോ? അല്ലല്ല, ജന്മന അങ്ങനെ. ഇതെന്താ കൈയുടെ ചോടറിലെന്താ? കസിന്റെ കൈയാണോ? ചേട്ടാ കസിന്റെ കൈ വെട്ടിയോ? എന്റെ ബാക്കിൽ ഒരു ഇൻവിസിബിൾ ഒരാളുണ്ട്. എടാ ഇവന് മറ്റേ ബാറ്റുവിന്റെ ഒക്കെ ഒരു ഇതില്ലേ കുടുംബക്കാരൻ? ബാറ്റു ആണോ കുടുംബക്കാരൻ? ബാറ്റ്മാൻ അല്ല അല്ലേ? കസിന്റെ പേര് പുതിയത്. പ്ലീസ് സെറ്റ്. ഇവരെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ ഇവരെ ചാറ്റില്? ഇവനും കള്ളനാ, ഇവനും കള്ളന, എന്റെ അച്ഛനും കള്ളന വിടരുത്. ഇതേ പൂച്ചൊക്കെ മുങ്ങിയോന്ന്. അവരാണോ കാണാൻ വന്ന? ഓ ഇനി വരാം ഇനിയിപ്പോ. അല്ല കൂൾഡൗൺ അറിയാം കൂൾഡൗൺ ആണ് കൂൾഡൗൺ. ഹലോ അതെ അതെ. ഇതെന്താ ശരിക്കും ഒറ്റയ്ക്ക്? അല്ല കാർലോ, ഞാന് എനിക്ക് ശരിക്കും
മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ടേ. ഏ എന്തൊക്കെയാ ശരിക്കും അവിടെ സിറ്റിയിൽ നടക്കുന്നേ? എന്തൊക്കെയാ കാരണം പോവാം. നടക്കുന്നത്? ആ idea ഇല്ല. ഫുൾ അടി ഇടി വെടി. അതെ അതെ നമ്മള് പോട്ടെ പിള്ളേർ. പ്രശ്നങ്ങളാണ്. ശരി. അതെ ആ, അതൊക്കെ പിന്നെ അത് ആ വഴിക്ക് അങ്ങ് പോക്കോളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. ഞാൻ പോയിട്ട് വരാമേ. വലൈക്കും സലാം. ഹലോ ആ ഇയാളെവിടെ കണ്ടല്ലോ? ആരാ ആരാ? എന്താച്ചി കാസ്റ്റോ? കോച്ച് സോറി കാർലോ എന്തായി? ഇതാരാണ്? കിലുവ കിലുവ. കിലുവ കോച്ചാണോ? അതെ അതെ. കോച്ച് എന്നെ വന്ന് കുറച്ച് ആളുകൾ വന്ന് കൊന്ന് കത്തിച്ചു പോയി. കത്തിച്ചു പോയാ? എന്റെ കയ്യിലെ പൈസ എല്ലാം അടിച്ചോണ്ട് പോയി. யாருடா? അറിയില്ല, ഏതൊരു തമിഴ് ഫേസ് ഒരാള്. டே நம்ம காஸ்ட்ரோ மேல யாரோ கை வச்சிட்டாங்க. எல்லாரும் ഇവിടെ வாங்க சீக்கிரம். ഇവിടെ ഉണ്ടവരൊക്കെ. ഇത് നേച്ചുറൽ അല്ലേ? വില്ലു വില്ലു വാ ഇവിടെ വാ. എന്താന്ന് ചോദിക്കലാമാ? കാസ്ട്രോ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, എന്റെ 10 ലക്ഷം പോയി കോച്ച്. എനിക്കൊരു വില്ലു കാസ്ട്രോ മേല யாரോ കൈ വെച്ചടാ. ആരോ തമിഴ് പേസുന്ന ആരോ വന്ന് എന്റെ 10 ലക്ഷം അടിച്ചോണ്ട് പോയി. ഇവനല്ലായിരുന്നു അതിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പോയത്? കാറിലോട്ട് മുടി ബ്ലൂ കളർ ഇവരാണോ? ഞാനല്ലല്ലോ. ഏയ്. ജമാല് മുടി സിറ്റിയിൽ കുറെ പേരുണ്ട്. ആ ചെലപ്പോ അതേപോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കും. വേറെ ആരെങ്കിലും. എന്റെ അതേ ഉടുപ്പിട്ടിട്ട് என்ன Dress போட்டுருந்தா കാസ്ട്രോ? ഏതോ ഒരു അലവലാതി ഡ്രസ്, മനസ്സിലായില്ല. ഒരു കൂറ ലുക്കാർന്നല്ലേ? Chat scrolling. അത് ഷെയ്ക്കാണത്. അത് MRC. ഷെയ്ഖ് ഷുക്കൂർ. ഇവനാ 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 ഇവനാ. കോച്ച് ഞാൻ കോച്ചിന്റെ കൂടെയാ വന്നേ ഒന്നിച്ച്. ഹലോ നീ എപ്പോ വന്ന്? ഏതാണ്ട് ആ നേരത്തെ എപ്പോ വന്ന്? ഒന്നിച്ച് കാർലോനെ കക്കാൻ വേണ്ടി വരാൻ പറഞ്ഞ. എടാ കോച്ച് കോച്ച് എന്താ ഇത്? അത് ഡ്രസ്സിന്റെ പ്രശ്നമാണ്. കാരണം ചേട്ടാ അമ്പി കളിക്കും ഇവിടെ നിന്ന്. ചെലപ്പോ അത് ഡ്രസ് பண்ண முடியலடா. நான் வரவே இல்லடா കാർലോ. ചെലപ്പോ അതായിരിക്കും. ചെലപ്പോ അതിന്റെ ഡ്രസ്സിന് ഒരു പവർ ഉണ്ട്. മറ്റേ ബാക്കിലിരിക്കുന്ന ആളെ മാതിരി കളിക്കല്ലേ? കാർലോ ഞാൻ സത്യമായിട്ട് പറയാം കാർലോ, ഇവിടെ ഡ്രസ്സോടെ പവർ എന്താന്ന് ഡ്രസ് தெரியல. ഈ ഡ്രസ്സിന് എന്തോ പ്രശ്നമുണ്ട്. ഇത് ഇടുമ്പോ കുറച്ച് മുൻപ് നടന്നതെല്ലാം മറന്നടാ കാസ്ട്രോ. അതെ ഇപ്പൊ പുതുസായിട്ട് സംസാരിക്കുന്നത് better. മുതലേ അല്ലാതെ ചേർത്തൊരു 50 ലക്ഷം കൊടു. 50 ലക്ഷം. 50 ലക്ഷം പോകുന്നില്ല. സർദാർജി പ്ലീസ് പ്ലീസ് ഗിവ് മീ 50 ലക്ഷം. ഐ ആം ഉസ്താദ്. സോറി ഓക്കെ ഷേക്ക് കൊടുങ്ങ. അപ്പൂപ്പനെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. യാ അല്ലാഹ്. ഇവനല്ലോ പറഞ്ഞ എനിക്ക് മരിക്കണ്ടേ? അറാമിന്റെ വൈക്കൂടെ പോകുന്നത്. കബർ പോണ്ടല്ലേ? എനിക്ക് കബർ പോണ്ട മോനെ. ഇങ്ങനെ എല്ലാരും പോകുന്നല്ലേ കബറിലോട്ട്. ഇങ്ങനെ അറാം പറയുന്നു നീ. ആരാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാന്. ഇന്നെ കാണാൻ അങ്ങനെ ഉണ്ട്. ബാറ്റ്മാന്റെ ഒരു അഞ്ചനുണ്ട്. എടാ ചിലപ്പോ എന്റെ താടി കണ്ടിട്ടാവും, കണ്ടാലും പറയും. താടി വളർത്തുന്ന സുന്നത്താന്ന് എനിക്ക് അറിയില്ല. ടൈമാറെ ഫാഷന് വേണ്ടി വളർത്തുന്നത് സുന്നത്തല്ല. ഇത് ഫാഷനൊന്നല്ല, അത് നമ്മള് സുന്നത്തായിട്ട് വളർത്തും. എടാ ഉസ്താദ് പറഞ്ഞ നെരിയാണിക്ക് മുകളിൽ വേണം വസ്ത്രം. എന്റെ ഉടുപ്പന്നെ നെരിയാണിക്ക് വേണം. ജോണി അപ്പാപ്പനെ ആരൊക്കെ വെടിവെച്ചത്? ജോണി അപ്പനെ അടിച്ച് എന്റെ കാശ് പോയിച്ച് കോച്ച്. വെടിവെച്ചത് യാര് അത് പറ. അറിയില്ല നോക്കണം, തപ്പണം. കക്കാൻ മറ്റേ പ്ലാൻ ഇട്ടത് അല്ല ജോണി മാമനാ. ജോണി മാമൻ എന്താ പറഞ്ഞേ? ജോണി മാമൻ தான் வந்துட்டு எல்லாத்தையும் பிளான் பண்ணி. ജോണി മാമനോ? പേയ്മെന്റ് മേടിച്ചു. വില്ലുമോന്താ പേയ്മെന്റ് മേടിച്ചു. எங்க எல்லாருக்கும் பேமெண்ட் கொடுத்து இப்ப ஜோனி மாமன் கிட்ட ജോണി മാമനാണ് പ്ലാൻ ഇട്ട് എന്നൊക്കെ പറയുന്നവര്. അതെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ജോണി അപ്പാപ്പൻ ചെയ്യിപ്പിച്ച. ഞാനും കാർലോ AFK അല്ലായിരുന്നു. കാർലോ നമ്മളെ കേറ്റിയത് ജോണി മാമനാ. ഉള്ളിൽ സങ്കടം. ഷെയ്ക്ക് കളിക്കല്ലേ ഒരു 5 മിനിറ്റ് മുമ്പേ നിനക്കിത് പറയാറുണ്ട്. ജോണിയാമൻ ഈ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ, പിന്നെന്ത് പറ്റിയത്? എന്തെങ്കിലും ചിലപ്പോ എടുത്തുക്കുന്നുണ്ടോടാ. ഡ്രസ് എടുത്തുക്കുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് പറയില്ല. പക്ഷെ ജോണി മാമന്റെ വെളുത്തതിന്റെ ബാക്കിലുണ്ടോ? ബാക്കിൽ LMC വണ്ടി ഉണ്ട്. LMCയോ? LMC വണ്ടി കൊടുക്കണം. അത് LMC ആണോ? ആരാടാ അത്?
ഇവന്റെ ലിൽ ലിസ്റ്റ് ആയിരിക്കും ലിൽ ഫ്രണ്ടിയുടെ അതൊക്കെ ഒരു പെണ്ണൊക്കെ ആയതിനു ശേഷം ഫുൾ ടൈം കോള് ജോണിയാകുമ്പോ കൊണ്ടുകൂടാ ഗേൾ ഫ്രണ്ട് ഇവിടെ കാസ്ട്രോക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ ഇവിടെ? എനിക്ക് ഗേൾ ഫ്രണ്ട് ഇருக்கு കോച്ച് കോച്ചിന്റെ സരള എവിടെ കോച്ച് എനക്ക് എന്റെ സരളല്ല കോച്ചിന്റെ സരള ഇഷ്ടം. അതാ പറഞ്ഞേ കോച്ച് സരളക്ക് എപ്പോ വരുമ്പോഴും സരള വരുമ്പോ അറിയാം കോച്ച് എവിടെ, കോച്ചിനൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കോച്ച് എപ്പോഴും വെടിവെപ്പാന്ന്. പിന്നെ കോച്ച് ഇടയ്ക്ക് ഇച്ചിരി ഒരു അവസരം കൊടുക്കുക. ഇതാണ് മുഖ്യം. കോച്ചിന്റെ ഗേൾ ഫ്രണ്ട് ആണോ ആ അതെ ജോണിയോ, ഇല്ല ഇല്ല അതറിയില്ലല്ലേ ജോണിയോന്. അതെനിക്കറിയില്ല. കോച്ചിന്റെ ഗേൾഫ്രണ്ട് ആണ്. പക്ഷെ സരളക്ക് എന്താ വെച്ചാല് കോച്ചിനെ കാണാൻ കിട്ടുന്നില്ല. കോച്ച് ഫുൾ ടൈം വെടിവെപ്പാന്നാണ് കംപ്ലൈന്റ്. എപ്പോ വരുമ്പോ പറയും. വെടിയപ്പന്നെ അതാ കോച്ചിന് വേറെ ഒന്നിലും ശ്രദ്ധയില്ല. ലൗകിക ജീവിതം വേണ്ട, വെടി ജീവിതം മതി എന്നാണ് പറയുന്നത്. അതാണ്. പിന്നെ ഉണ്ണയും പറന്തയും പാക്കറതുக்கு நான் இருக்கணும்ல. ആ പക്ഷെ ഇവിടെ വന്ന് എല്ലാ മെമ്പേഴ്സുക്കും വന്ന് പെണ്ണിருக்கு. അതെല്ലാം നമ്മള് எல்லாரும் பிஸியடா മനസ്സിലായാ. നമ്മതാ ഒരു എടുത്തുകാട്ടാ இருக்கணும். പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ചാറ്റോ സരള വന്ന് അണ്ടർസ്റ്റാൻഡബിൾ ഐ തിങ്ക്. ഈ ലെഫ്റ്റില് இருக்க ரிட்ஜ்ல நிறுத்த முடியுமா? അവിടെ என் கார் ஹிடன்ல இருக்கு. ലെഫ്റ്റില് അമ്പട കള്ള ഇങ്ങനെയാ? അതെ പച്ച വണ്ടി காஸ்ட்ரோ ഓക്കെ என்ன தெரியுமா காஸ்ட்ரோ? ആ மிஷின் எனக்கு நீ 20 கோடி கொடுக்கணும்ல, அதுல வந்து இப்பதான் 10 லட்சம் கொடுத்திருக்கேன். ஓகே 20 കോടി എന്തിനായിരുന്നു? അത് ചുമ്മാ ഒരു ചലഞ്ച്. ഈ വാറില് 3 വിക്കറ്റ് എടുത്തില്ലെങ്കിൽ 20 കോടി വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. കള്ളൻ.